ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 ജൂൺ മാസഫലം മിഥുന കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതാണ്. ഇപ്പം മിഥുന കൂറുകാരെന്ന് പറയുമ്പോൾ മകയിര നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, തിരുവാതിര, അതുപോലെ പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവർക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ മിഥുനക്കൂറുകാരുടെയും മിഥുന ലഗ്നക്കാരുടെയും ജൂൺ മാസത്തിലെ ഗ്രഹസ്ഥിതി നോക്കാം. ഇപ്പോൾ മിഥുനക്കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും ജൂൺ 2-ന് വേഴഗ്രഹം അവരുടെ ധനസ്ഥാനത്ത് അല്ലെങ്കിൽ 2-ലേക്ക് ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നു. ശുക്രൻ 8-ന് 2-ലേക്ക് രാശി മാറുന്നു. സൂര്യൻ 15-ന് ജന്മരാശിയിലേക്ക് രാശി മാറുന്നു. ചൊവ്വ ജൂൺ 20-ന് 12-ലേക്ക് രാശി മാറുന്നു. ബുധൻ ജൂൺ 22-ന് 2-ലേക്ക് രാശി മാറുന്നു. ശനി 10-ലും രാഹു 9-ലും കേതു 3-ലും സ്ഥിതി തുടരുന്നു. അപ്പോൾ ഗുരു, അതുപോലെ ശുക്രൻ, സൂര്യൻ, ചൊവ്വ, ബുധൻ, ഈ 5 ഗ്രഹങ്ങൾക്ക് ജൂൺ മാസത്തിൽ രാശിമാറ്റങ്ങൾ വരുന്നു എന്നുള്ളതാണ് ജൂൺ മാസത്തിൻ്റെ പ്രത്യേകത. നമുക്ക് ഈ ഗോചര ഗ്രഹസ്ഥിതി അനുസരിച്ച്, ഈ ജൂൺ മാസത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ച് എങ്ങനെയായിരിക്കും മിഥുനക്കൂറുകാരുടെയും മിഥുന ലഗ്നക്കാരുടെയും പൊതുവായിട്ടുള്ള ആരോഗ്യസ്ഥിതി എന്ന് നോക്കാം. ഇപ്പോൾ ജന്മ ലഗ്ന രാശ്യാധിപൻ എന്ന് പറയുന്നത് ബുധനാണ്. ആ ബുധൻ ജന്മരാശി തന്നെ ബലവാനായിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ പൊതുവെ കുറയാൻ സാധ്യതയുണ്ട്. ജന്മലഗ്ന രാശിയവൻ ജന്മരാശിയിൽ ബലവാനാണ്. അപ്പം ആരോഗ്യ പ്രശ്നങ്ങൾ കുറയും. ശാരീരികമായും മാനസികമായിട്ടും സുഖ അനുഭവങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ച് ആ ബുധൻ 4-ാം ഭാവാധിപനും കൂടിയാണ്. അതുപോലെ 6-ലും 8-ലും ഒക്കെ ഗുരുദൃഷ്ടി ഉള്ള സമയമാണ്. അപ്പം ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് തന്നെ ആ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് ഒരു ആശ്വാസം, അതിൽ നിന്നൊരു റിക്കവറിക്കൊക്കെ സാധ്യതയുള്ള സമയമാണ്. അതുപോലെ 6-ാം ഭാവാധിപനുള്ള ചൊവ്വ ജൂൺ 20-ന് 12-ലേക്ക് രാശി മാറുന്നു. അതും വിപരീത രാജയോഗമാണ്. അപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർക്ക് തീർച്ചയായിട്ടും അതിൽ നിന്ന് ഒരു റിക്കവറിക്ക് അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതി എന്ന് തന്നെ പറയാം. അതേസമയം രാഹു അഷ്ടമത്തിൽ നിൽക്കുകയാണ്. അഷ്ടമത്തിൽ ഇപ്പോൾ ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടി ഉള്ള സമയമാണ്. പക്ഷേ ഗുരു രാശി മാറിക്കഴിയുമ്പോൾ അഷ്ടമത്തിലേക്ക് ആ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നില്ല. അവിടെ രാഹു മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് 8-ലൊക്കെ രാഹുവിൻ്റെ സ്ഥിതി വരുമ്പോൾ, പ്രത്യേകിച്ച് ലോവർ അബ്ഡമൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉള്ളവർ, ബ്ലാഡർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ളവർ, അതുപോലെ ഈ പ്രോസ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉള്ളവർ, അതുപോലെ അങ്ങനെയൊക്കെയുള്ള, അതുപോലെ പൈൽസ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ചിലർക്കുണ്ടായെന്ന് വരാം. അപ്പം അങ്ങനെ ഉള്ളവർ അതിൽ ഒരു പ്രിവെൻറ്റീവ് കെയർ എടുക്കണം. അതുപോലെ നമ്മൾ യാത്രകളിലൊക്കെ ഒരു കെയർ വേണം. ആദ്യ പകുതി പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധിക്കണം. സൂര്യൻ 12-ലാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് തൊഴിൽപരമായിട്ട് എന്തായിരിക്കും മിഥുനക്കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും നോക്കാം. തൊഴിൽ പരമായിട്ട് നോക്കുമ്പോൾ 10-ാം ഭാവാധിപൻ എന്ന് പറയുന്നത് ഗുരുവാണ്. ആ ഗുരു ജന്മരാശിയിൽ നിന്ന് ജൂൺ 2-ന് 2-ലേക്ക് ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നു എന്ന് മാത്രമല്ല, അവിടെ നിന്ന് ആ 10-ലേക്ക് ആ ഗുരു ദൃഷ്ടി ചെയ്യുകയും കൂടെ ചെയ്യുന്നു. അതുപോലെ തന്നെ 10-ൽ ഇപ്പോൾ ശനി സ്ഥിതി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ തൊഴിലിടത്ത് പൊതുവെ 2, അതായത് ശനിയുടെ സ്ഥിതിയുണ്ട്. അവിടെ ഗുരുവിൻ്റെ 10-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 10-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ കൂടുതൽ വർക്കഹോളിക് ആകും. തൊഴിലിൽ കൂടുതൽ അച്ചടക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രായോഗിക ബുദ്ധി തൊഴിലിടത്ത് നമ്മൾ പ്രകടിപ്പിക്കുന്നത്, പ്രത്യേകിച്ച് പ്രൊമോഷനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. അതൊക്കെ നമുക്ക് തൊഴിൽപരമായിട്ട് സാമ്പത്തിക നേട്ടത്തിനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് 10-ാം ഭാവാധിപൻ 2-ലാണ് ഉച്ചസ്ഥിതിയിൽ വരുന്നത്. അപ്പോൾ അത് പ്രത്യേകിച്ച് ഈ ബാങ്ക് അതുപോലെയുള്ള മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ തൊഴിൽ വഴി നമുക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകാവുന്ന സമയമാണ്. കുടുംബ ബിസിനസ്സൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിലൊക്കെ നല്ലൊരു വികാസം സാധ്യമാകുന്ന സമയമാണ്. അതുപോലെ തന്നെ ഈ ഗുരുവിൻ്റെ ആ 10-ലെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് 10-ാം ഭാവാധിപൻ 10-ൽ ദൃഷ്ടി ചെയ്യുമ്പോൾ 10-ാം ഭാവസംബന്ധമായിട്ടൊരു പുഷ്ടി, പ്രൊഫഷണൽ തലത്തിൽ വിജയം, ആദരവ്, അംഗീകാരം ഒക്കെ ഉണ്ടാകാവുന്ന സമയമാണ്.
അതുപോലെ തൊഴിലിൽ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ പറയും. കാരണം 2 നിന്നിട്ട് അതിൻ്റെ 9ാം ഭാവമാണ് ഈ 10 എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങോട്ടാണ് ആ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നത്. അപ്പോൾ കുറച്ച് ഭാഗ്യാനുഭവങ്ങൾ, തൊഴിലിൽ മാറ്റങ്ങൾ, ഗുണപരമായ മാറ്റങ്ങൾക്കൊക്കെ സാധ്യതയുള്ള സമയമാണ്. സർക്കാർ തൊഴിലൊക്കെ ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ ആ 3ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ജന്മരാശിയിലേക്ക് വരികയാണ്. അവിടെ ബുധനും ജന്മരാശ്യാധിപനായ ബുധനും ആ സൂര്യനുമൊക്കെ യോഗം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ടെസ്റ്റിലെ ഇൻ്റർവ്യൂകളിലൊക്കെ പങ്കെടുക്കാൻ പോകുന്ന ഈ മിഥുനക്കുറുവരെ സംബന്ധിച്ചിടത്തോളം, മിഥുന ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ കഴിവ് തെളിയിക്കാൻ കഴിയുന്ന സമയമാണ്. നല്ല രീതിയിൽ അവർക്ക് ടെസ്റ്റിൽ അപ്പിയർ ചെയ്യാൻ കഴിയും. അപ്പോൾ കമ്മ്യൂണിക്കേഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന സമയമാണ്. മാത്രമല്ല ആ ഗുരുശുക്ര യോഗമൊക്കെ 2 ആ ധനസ്ഥാനത്ത് ഒരു ലക്ഷ്മി നാരായണ യോഗമാണ്. ശുക്രൻ ലക്ഷ്മിയെ കാണിക്കുന്നു, ഗുരു വിഷ്ണുവിനെ കാണിക്കുന്നു. അപ്പോൾ ലക്ഷ്മി നാരായണ യോഗം ആ 2 വരുന്നു. അപ്പോൾ അതൊക്കെ ഈ ക്രിയേറ്റീവ് തലത്തിലുള്ള വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ നേട്ടം ഉണ്ടാകുന്ന സമയമാണ്. വിദേശത്ത് വർക്ക് ചെയ്യുന്നവർക്കും വളരെ അനുകൂല സമയമാണ്. അതുപോലെ തന്നെ വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. 6 ഗുരുവിൻ്റെ ദൃഷ്ടിയുള്ള സമയമായതുകൊണ്ട് ഈ 6 ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. അതുപോലെ 6ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 12ലേക്ക് ഒക്കെ വരുന്ന സമയവും കൂടിയാണ്. അതൊക്കെ ഈ തൊഴിലിടത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് പരിഹരിക്കുന്നതിനും അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയായിട്ട് കാണുന്നു. ഇനി ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സുകാരകൻ ബുധൻ ജന്മരാശിയിൽ നിൽക്കുകയാണ്. ആ ബുധൻ 4ാം ഭാവാധിപനും കൂടിയാണ്. അതുപോലെ ബുധനും ശുക്രനുമാണ് ആദ്യത്തെ വാരം ജന്മരാശിയിൽ നിൽക്കുന്നത്. ശുക്രനാണെങ്കിൽ 5ാം ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ അതുപോലെ തന്നെ ആ ബുധശുക്രന്മാരൊക്കെ 7ലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 7ാം ഭാവാധിപനിൻ്റെ ഗുരു ആണെങ്കിൽ ധനസ്ഥാനത്ത് ഉച്ചസ്ഥിതിയിൽ വരുന്നു. അപ്പം ബിസിനസ്സിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഗെയിൻ, സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ഒക്കെ ഉണ്ടാകും. ലാഭവർദ്ധനവ് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ 5ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ 7ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 2 യോഗം ചെയ്യുകയാണ്. ധനസ്ഥാനത്താണ് യോഗം ചെയ്യുന്നത്. അപ്പോൾ പൊതുവെ അത് ഈ ബിസിനസ്സുകാർക്ക് വളരെ ഫേവറബിൾ ആയിട്ടുള്ള സമയമാണ്. ഇപ്പോൾ ഫാമിലി ബിസിനസ്സൊക്കെ നടത്തുന്നവർക്ക് വലിയ നേട്ടങ്ങൾ ആ കുടുംബ ബിസിനസ്സിൽ ഉണ്ടാകുന്ന സമയവും കൂടിയാണ്. ആ ഗുരുവും ശുക്രനും ഒക്കെ 2 യോഗം ചെയ്യുക വഴി. അതുപോലെ തന്നെ ഈ സ്പെക്കുലേറ്റീവ് ബിസിനസ് വഴിയും വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ഇപ്പോൾ പൊതുവെ ധനനേട്ടം ഉണ്ടാകുന്ന സമയമാണ് ബിസിനസ്സുകാർക്ക്. അവസാനത്തെ പകുതിയൊക്കെ ആ സൂര്യനൊക്കെ ജന്മരാശിയിലേക്ക് വരുന്നുണ്ട്. 7ലൊക്കെ ആ ദൃഷ്ടി വരുന്നുണ്ട്. ചൊവ്വയും 7 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ചിലപ്പോൾ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ആ സൂര്യൻ്റെയും ചൊവ്വയുടെയൊക്കെ ദൃഷ്ടി 7 വരിക വഴി ഉണ്ടാകാം. ചിലപ്പോൾ പാർട്ട്നേഴ്സിനിടയിലുള്ള ഈഗോ പ്രശ്നങ്ങൾ അവരുടെ ബിസിനസ്സിൽ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ അവിടെ ഒരു കെയർ ഈ കുറുകാരുടെ ഭാഗത്ത് വേണം. ഇനി വിദ്യാർത്ഥികൾക്ക്, അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകനായിട്ടുള്ള ബുധൻ ജന്മരാശി നിൽക്കുകയാണ് ആദ്യത്തെ 3 വാരം. 4ാം ഭാവാധിപനും കൂടിയാണ് ആ ബുധൻ. അതുപോലെ 5ാം ഭാവാധിപനെ ശുക്രനും ജന്മരാശിയിലുണ്ട്. അപ്പോൾ ആദ്യത്തെ വാരം എന്ന് പറയുമ്പോൾ ശുക്രനും ബുധനും ജന്മരാശി നിൽക്കുന്നു. അപ്പോൾ 2 ക്രമേണ 8 ശുക്രൻ മാറുന്നു. ജൂൺ 2 ഗുരു 2 മാറുന്നു, ഉച്ചസ്ഥിതനാകുന്നു. അപ്പോൾ ആ ഗുരുശുക്ര യോഗമൊക്കെ 2 വരുന്നു, വാക്സ്ഥാനത്താണ്. അതുപോലെ കുജൻ്റെ ദൃഷ്ടിയൊക്കെ 5 അപ്പോൾ ഇവയെല്ലാം നമുക്ക് പ്രത്യേകിച്ച് പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ്. പഠനത്തിൽ ഫോക്കസ് കൂടും. ആഗ്രഹിക്കുന്ന കോഴ്സിലൊക്കെ അഡ്മിഷൻ സാധ്യമാകും. കോമ്പറ്റിറ്റീവ് എക്സാമിനേഷനിലൊക്കെ നല്ല വിജയം പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ ഇംപ്രൂസീവ് ആവുന്ന സമയമായിരിക്കും എന്നും കൂടെ മനസ്സിലാക്കുക. പ്രത്യേകിച്ച് 2 ഗുരുവിൻ്റെ സ്ഥിതി, 2 ശുക്രൻ്റെ സ്ഥിതി, അതുപോലെ 22 ആവുമ്പോൾ ജന്മരാശ്യാധിപനായ ബുധനും ആ 2 വരുന്നു. അപ്പോൾ ആ ബുധനും ശുക്രനും ഗുരുവൊക്കെ 2 ബന്ധപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ, വളരെ ഇമ്പ്രസീവ് ആവുന്ന കമ്മ്യൂണിക്കേഷനും അതൊക്കെ തന്നെ വിദ്യാർത്ഥികൾക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകും എന്ന് തന്നെ പറയാം. ഇനി ധനസ്ഥിതി നോക്കുമ്പോൾ വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ ജൂൺ മാസം കാണുന്നത്. ധനകാരകനായിട്ടുള്ള ഗുരു 2 ഉച്ചസ്ഥിതി നിൽക്കുന്നു. അതുപോലെ തന്നെ ശുക്രൻ സമ്പത്തിൻ്റെ ഗ്രഹമാണ്, 2 നിൽക്കുന്നു. ലക്ഷ്മി നാരായണ യോഗം 2.
അതുപോലെ 11ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വയാണെങ്കിൽ 11ൽ തന്നെ ആദ്യത്തെ 19 ദിവസം ആ സ്വക്ഷേത്രത്തിൽ ബലവാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ 2ലേക്ക് ആ ചൊവ്വയുടെ ദൃഷ്ടിയുമുണ്ട്. അപ്പോൾ 11ാം ഭാവാധിപനും 2ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ സാമ്പത്തിക സ്ഥിതി വളരെ ശക്തമാകുന്ന ഗ്രഹസ്ഥിതി എന്ന് പറയാം. സന്താനം വഴി ഒക്കെ ധനനേട്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ കടബാധ്യതയൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ആ കടബാധ്യത കുറയ്ക്കുന്നതിനും അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ വിദേശ ബന്ധം വഴിയൊക്കെ ചിലപ്പോൾ ഈ കൂറുകാർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതേസമയം ശുക്രൻ 12ാം ഭാവാധിപനും കൂടെയാണ് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ 5ാം ഭാവാധിപനും ശുക്രനാണ്, 12ാം ഭാവാധിപനും ശുക്രനാണ്. 12ാം ഭാവാധിപനായ ശുക്രൻ ആയതുകൊണ്ട് കുടുംബത്തിൽ ചിലപ്പോൾ അല്പ എക്സ്പെൻസ് ഒക്കെ കൂടാൻ സാധ്യതയുള്ള സമയം കൂടിയാണ്. ഇപ്പോൾ 20-ന് ഈ 11ാം ഭാവാധിപനായിട്ടുള്ള ആ ചൊവ്വാഗ്രഹം 12ലേക്ക് രാശി മാറുന്നുണ്ട്. അതൊക്കെ ചിലപ്പോൾ ദൂരയാത്രകൾ വഴി ചിലപ്പോൾ അവർക്ക് ധനവരുമാനമൊക്കെ ഉണ്ടായെന്ന് വരാം. ധനപരമായിട്ട് ഒരു ട്രാൻസാക്ഷനിലൊക്കെ നമ്മൾ അല്പം ശ്രദ്ധ കൊടുക്കണം. പ്രത്യേകിച്ച് ആ 20-ന് ശേഷം 11ാം ഭാവാധിപൻ 12 വരുമ്പോൾ അല്പം എക്സ്പെൻസൊക്കെ കൂടാൻ സാധ്യതയുള്ള സമയമാണ്. അപ്പോൾ നമ്മൾ ഈ ധനം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് അവസാനത്തെ വാരമൊക്കെ ആകുമ്പോൾ വളരെ കെയർ വേണ്ടുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. ഇനി വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ 7ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 2-ൽ ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആദ്യ പകുതി ശുക്രനും ബുധനും ഒക്കെ 7-ൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ വിവാഹം ആലോചിക്കുന്നവർക്ക് ആദ്യ പകുതി വളരെ അനുകൂലമായിട്ടുള്ള സ്ഥിതിയായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ നമുക്ക് പ്രണയബന്ധം പൊതുവെ സന്തോഷകരമാകും. ജന്മ ലഗ്ന രാശ്യാധിപനായിട്ടുള്ള ബുധൻ അതുപോലെ 5ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ യോഗം ചെയ്യുകയാണ് ആദ്യത്തെ വാരം. അപ്പോൾ 7-ലൊക്കെ ആ ബുധനും ശുക്രനും ഒക്കെ ആദ്യവാരം ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രണയബന്ധം വളരെ അനുകൂലമാണ്. ചിലപ്പം ചിലർക്ക് പ്രണയവിവാഹത്തിനുള്ള ചില ചിന്തകളൊക്കെ ആ സമയത്ത് ഉണ്ടായെന്നൊക്കെ വരാം. അതുപോലെ തന്നെ ഗുരുശുക്ര യോഗമൊക്കെ 2-ൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കുടുംബത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ മംഗളകർമ്മങ്ങൾക്കൊക്കെ സാധ്യതയുള്ള സമയമാണ്. സന്താനങ്ങൾ വഴി ചില സന്തോഷ അനുഭവങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം. ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ തൊഴിൽ നേട്ടമൊക്കെ കിട്ടാനും സാധ്യതയുള്ള സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. ആ ബുധശുക്ര യോഗം ആദ്യത്തെ വാരം വരുന്നതും ആ 7-ലൊക്കെ ആ ബുധൻ്റെയും ശുക്രൻ്റെയൊക്കെ ദൃഷ്ടി വരുന്നതുമൊക്കെ പൊതുവേ നമ്മുടെ ഗുണാനുഭവം ഉണ്ടാക്കും. അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ റിലേഷൻഷിപ്പിൽ അല്പം കെയർ വേണം. പ്രത്യേകിച്ച് സൂര്യൻ ജന്മരാശിയിലേക്ക് വന്നിട്ട് ആ 7-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതുപോലെ ചൊവ്വ 20-ന് 12-ൽ വന്നിട്ട് 7-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ചൊവ്വയും സൂര്യനും ഒക്കെ തന്നെ 7-ൽ ദൃഷ്ടി ചെയ്യുമ്പോൾ ദമ്പതിമാർക്കിടയിൽ അല്പം അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങൾ, ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാം. അത് റിലേഷൻഷിപ്പ് സ്ട്രെയിൻഡ് ആക്കാം. അതിനും കൂടെ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ ഒരു ശ്രദ്ധ കൊടുത്ത് പോകണം. അതുപോലെ 7ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 2-ൽ ഉച്ചസ്ഥിതനായി വരുന്നത് ജീവിത പങ്കാളി വഴിയൊക്കെ നമുക്ക് സാമ്പത്തിക നേട്ടവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിനത് സാധ്യത കാണിക്കുന്നുണ്ട്. അതുപോലെ 2-ൽ ഗുരുശുക്ര യോഗം, ഇതൊക്കെ തന്നെ ഈ 2-ൽ വരുന്നത് ഗുരുശുക്ര യോഗം 2-ൽ വരുമ്പോൾ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ മംഗളകർമ്മങ്ങൾ അല്ലെങ്കിൽ കുടുംബത്തിൽ ചില സുഖാനുഭവങ്ങളൊക്കെ ഉണ്ടാകാൻ അത് സാധ്യത കാണിക്കുന്നുണ്ട്. കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധം, അതുപോലെ നല്ല കമ്മ്യൂണിക്കേഷൻ അവർക്കിടയിൽ ഉണ്ടാകാം. അതൊക്കെ കുടുംബത്തിലൊക്കെ കമ്മിറ്റ്മെൻറ്റ് കൂടും. അത് കുടുംബത്തിൽ സന്തോഷം, അതുപോലെ കുടുംബത്തിൽ സാമ്പത്തിക സ്ഥിതിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയാണ്. ജൂൺ 1, 5, 6, 13, 14, 27, 28 ഈ തീയതികൾ അത്ര അനുകൂല ദിവസമായിട്ട് കാണുന്നില്ല മറ്റ് ദിവസങ്ങളെ അപേക്ഷിച്ച്. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ശുഭകർമ്മങ്ങൾ, മംഗളകർമ്മങ്ങൾ ഒഴിവാക്കണം. പുതിയ സംരംഭങ്ങൾ ഈ ദിവസങ്ങളിൽ ഒഴിവാക്കണം. അതുപോലെ സുപ്രധാന തീരുമാനങ്ങളും ഈ ദിവസങ്ങളിൽ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് ഈ മിഥുനക്കൂറുകാരുടെയും മിഥുന ലഗ്നക്കാരുടെയും ഗോചര ഗ്രഹസ്ഥിതി അനുസരിച്ചിട്ടുള്ള ഫലമാണ്. അതായത് ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ചുള്ള ഫലമാണ്. പക്ഷേ നമ്മുടെ ജാതകത്തിൽ നമ്മളെ ഇപ്പം നടക്കുന്ന ദശ, ഇപ്പം നടക്കുന്ന അപകാരം, അതുപോലെ ഛിദ്രം, അത് വളരെ പ്രധാനമാണ്.
കാരണം ഏറ്റവും കൂടുതൽ നമ്മൾ സ്വാധീനിക്കുന്നത് നമുക്കിപ്പോൾ നടക്കുന്ന ദേശീയ അപകാരവും ഛിദ്രവും ഒക്കെയാണ്. അപ്പോൾ അത് ജാതകത്തെ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദേശീയ അപകാരവും ഛിദ്രമാണോ, അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദേശീയ അപകാരവും ഛിദ്രമാണോ, ഇതിനനുസരിച്ച് ഈ പൊതുഫലത്തിൽ മാറ്റങ്ങൾ വരും. അത് നമുക്ക് ജാതക ചിന്തയിലൂടെ മാത്രമേ പറയാൻ പറ്റുള്ളൂ. മാത്രമല്ല, ഞാനിപ്പോൾ മിഥുനക്കൂറുകാരുടെയും മിഥുന ലഗ്നക്കാരുടെയും ഫലമാണ് പറഞ്ഞത്. അപ്പോൾ മിഥുനക്കൂറിൽപ്പെടുന്ന ചിലർ മിഥുന ലഗ്നക്കാരായിരിക്കാം. അപ്പം കൂറും ലഗ്നവും ഒന്നായിട്ട് വന്നിട്ടുള്ളവർക്ക് ഇതിൽ വലിയ വ്യത്യാസം വരില്ല. അതേസമയം ലഗ്നരാശികൾ വ്യത്യസ്തമാണ്. അപ്പം മറ്റ് ലഗ്നരാശികൾ വ്യത്യസ്തമായിട്ട് ലഗ്നരാശികൾ വരുന്ന ഈ മിഥുനക്കൂറുകാരും മിഥുന ലഗ്നക്കാരും അവരുടെ ലഗ്നരാശി ഏതെന്നറിയണം. ആ ലഗ്നരാശിയിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്നറിയണം. അത് ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം ചേർത്ത് കേൾക്കണം. അപ്പം അവരുടെ ലഗ്നരാശി ഏതാണെന്നറിഞ്ഞ് ആ ലഗ്നരാശിയുടെ ഫലവും കൂടെ ഇതിനോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കുക. എങ്കിൽ മാത്രമേ അവർക്ക് ഈ ജൂൺ മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യചിത്രം കിട്ടുകയുള്ളൂ. മറ്റു കൂറിൻ്റെ ഫലമേ ആവുന്നുള്ളൂ. അവരുടെ ലഗ്നം എവിടെയാണെന്നും കൂടെ നോക്കണം. ലഗ്നഫലത്തിനാണ് കൂറിൻ്റെ ഫലത്തെക്കാളും കൂടുതൽ കൃത്യത. അതുകൊണ്ട് ലഗ്നം ഏതാണെന്നറിഞ്ഞ് ആ ലഗ്നഫലവും കൂടെ ഇതിനോടൊപ്പം കേൾക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോ കാണാം. നമസ്കാരം.